നമുക്ക് അടുത്ത മൂന്നാമത്തെ ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അതായത് ഒരു ഗ്രാഫ് കിട്ടിയാൽ എന്തൊക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വേറെങ്ങും ഇത് ഈ ഒരു ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മറ്റിടത്തു നിന്നും കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. സോ നമുക്ക് ഏത് ഗ്രാഫ് എടുക്കാം. ആദ്യത്തെ കേസ് നമുക്ക് എക്സ് ടി ഗ്രാഫ് വിച്ച് ഇസ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ എക്സ് ടി ഗ്രാഫ് നമ്മുടെ മുമ്പിൽ നമുക്ക് മുമ്പിൽ ഒരു എക്സ് ടി ഗ്രാഫ് കിട്ടിയാൽ എങ്ങനെ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര എന്ന് പറയാൻ പറ്റും, എങ്ങനെ അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാം, എങ്ങനെ അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാം, ആക്സിലറേഷൻ കണ്ടുപിടിക്കാം, ഇത്രയും കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഫ്രം ദ ഗിവൻ എക്സ് ടി ഗ്രാഫ് ഹൗ ക്യാൻ വി ഫൈൻഡ് ദി ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ലോപ്പ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. ഈ 4 കാര്യങ്ങൾ എങ്ങനെ എന്നാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് ഞാൻ ദാണ്ട് ഇവിടെ ഒരു എക്സ് ടി ഗ്രാഫ് തന്നിരിക്കുകയാണ് നമുക്ക്. സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു എക്സ് ടി ഗ്രാഫ്. ഓക്കെ, സോ പ്രത്യേകത വന്നിട്ട് ദാണ്ട് ഇങ്ങനെ പോയേക്കാം. ഓക്കെ, സോ ഇവിടാണ് പൊസിഷൻ വരുന്നത്, ഇതാണ് എക്സ്, ഇതാണ് ടി ഗ്രാഫ്, ഇത് 0, വാല്യൂ വന്നിട്ട് 5 മീറ്റർ ആണെന്ന് വെച്ചോ. സോ എന്ത് മനസ്സിലാക്കാം, ഇതിൻ്റെ അർത്ഥം എന്താണ്, ഈ ഒരു ബോഡി എപ്പോഴും സമയം മാറുന്നതനുസരിച്ച് 5 എന്ന ആ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നത്. അതിനർത്ഥം എന്താ, ഇറ്റ് മീൻസ് ഓൺലി വൺ തിങ്, ദാറ്റ് ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. കാരണം സമയം എത്ര മാറിയാലും ആ ബോഡി തന്നെ, ഇത് 0, ഇത് 5 മീറ്റർ ആണെന്ന് വെച്ചോ, ആ ബോഡി അവിടെ തന്നെ ഇരിക്കുന്നത്. 1 സെക്കൻഡ് ആ ബോഡി അവിടെ തന്നെ 5 മീറ്റർ, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്, ടൈം മാറിയാലും ദ ബോഡി ഓൾവേസ് റിമെയിൻസ് അറ്റ് ദാറ്റ് പൊസിഷൻ. സോ നമുക്ക് എന്ത് പറയാം, മോഷൻ, ടൈപ്പ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ എന്തായിരിക്കും, റെസ്റ്റ് ആണ്. സോ ടൈപ്പ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നില്ല ബോഡി വന്നിട്ട് റെസ്റ്റിലായിരിക്കും. ഓക്കെ, സോ ബോഡി റെസ്റ്റിലാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടുത്തെ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇവിടുത്തെ കേസിൽ എന്താണ്, പോസിറ്റീവാണ്. നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇതുപോലെ വരും, കണ്ടോ, ഇങ്ങനെ വരും. ഇത് എക്സ്, ഇവിടെ ടി, ഇത് എക്സ്, ഇത് ടി, ഇത് നെഗറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, സോ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ കേസിൽ പോസിറ്റീവാണ്. ഇത്തരം കേസാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ച് സ്ലോപ്പ് കണ്ടുപിടിച്ച് നോക്കാം. സ്ലോപ്പ്, പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമുക്ക് എന്ത് തരും, സ്ലോപ്പ് നമുക്ക് വെലോസിറ്റി തരും. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് നമുക്ക് വെലോസിറ്റി തരും. വെലോസിറ്റി ഇവിടെ എന്തായിരിക്കും, ബോഡി അനങ്ങുന്നേ ഇല്ല, അപ്പോൾ നമുക്ക് കിട്ടുന്ന വെലോസിറ്റി എന്താണ്, ഇവിടെ 0 ആയിരിക്കും അല്ലേ. ദർ ഇസ് നോ മോഷൻ. അല്ലെങ്കിൽ ഇനി വേണമെന്നുണ്ടെങ്കിൽ സ്ലോപ്പ് വൈസ് ആണെങ്കിലും കണ്ടുപിടിച്ചോ. സ്ലോപ്പ് ടാൻ അല്ലെങ്കിൽ ഇവിടുത്തെ തീറ്റ 0 ആണ്, ടാൻ തീറ്റ 0 ആണ്. എഗെയിൻ വെലോസിറ്റി എന്താണ്, 0 ആയിരിക്കും അല്ലേ. രണ്ട് കേസ് എടുത്താലും വെലോസിറ്റി എന്ന് പറയും നമുക്ക് എന്ത് തന്നെ കിട്ടത്തുള്ളൂ, വെലോസിറ്റിയുടെ വാല്യൂ 0 തന്നെ ആയിരിക്കും. സംശയവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അതിൽ. ആക്സിലറേഷൻ, അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്, ആക്സിലറേഷൻ, 4ാമത്തെ ആള്. സോ നമുക്ക് ആക്സിലറേഷൻ എന്താകും എന്ന് നോക്കാം. ഓർത്ത് നോക്കി, ചുമ്മാ സാധാ ഒരു കോൺസെപ്റ്റിൽ ആലോചിക്കുക. ബോഡി അനങ്ങുന്നില്ല, ഡിസ്പ്ലേസ്മെൻറ്റ് അതിന് സംഭവിക്കുന്നില്ല, വെലോസിറ്റി സംഭവിക്കുന്നില്ല, ആക്സിലറേഷൻ ഉണ്ടാവുമോ, അനങ്ങുന്നില്ല. ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എന്താ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയാണ്, വെലോസിറ്റിയെ 0 ആണ്. അപ്പോൾ ആക്സിലറേഷനും എന്തായിരിക്കും, 0 ആയിരിക്കും. ശരിയല്ലേ, ഓർത്തോണം. ഏത് കേസ് എടുത്താലും ഓക്കെ, എവിടെ എടുത്താലും വെലോസിറ്റി 0 ആണെങ്കിൽ ആക്സിലറേഷൻ 0 ആയിരിക്കും, അപ്പാർട്ട് ഫ്രം ജസ്റ്റ് വൺ കേസ്. ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ വെലോസിറ്റി 0യും ആക്സിലറേഷൻ 0 അല്ലാണ്ട് വരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതാണ്ട് ഒരു ബോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ എറിഞ്ഞ് ആ ബോൾ ഇങ്ങനെ പോയി ഒരു പോയിന്റിൽ എത്തുമ്പം ഒന്ന് ഫ്രീസ് ചെയ്യും, പിന്നെ അത് താഴോട്ട് വരും. ശരിയല്ലേ, അവിടെ ആ ഫ്രീസ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ വെലോസിറ്റി 0 ആണ്, പക്ഷേ ആക്സലറേഷൻ 0 അല്ല. കാരണം എന്താ, ഭൂമി താഴോട്ട് വലിക്കുന്നുണ്ട്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ ഭൂമി താഴോട്ട് വലിക്കുന്നുണ്ട്. സോ ഈ ഒരു ഇൻസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ വെലോസിറ്റി 0 ആണെങ്കിലും ആക്സലറേഷൻ 0 അല്ലാത്ത. ബാക്കി അപ്പാർട്ട് ഫ്രം ദാറ്റ് ഏത് കേസ് എടുത്താലും വെലോസിറ്റി 0 ആണ് വാല്യൂ നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ വിതൗട്ട് എ ഡൗട്ട് ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതും 0 തന്നെ ആയിരിക്കും. അതിൽ സംശയം കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഓക്കെ ആണല്ലോ. ഓക്കെ, ക്ലിയർ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പലതരം ഗ്രാഫുകളാണ്, ഓരോ തരം ഗ്രാഫിലും എങ്ങനെയാണ് ഇത്തരം വാല്യൂസും ഡീറ്റെയിൽസും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ. ഇനി മറ്റൊരു തരം ഗ്രാഫ് നമുക്ക് നോക്കാം. ഓക്കെ, മറ്റൊരു ഗ്രാഫ് ഞാനിവിടെ വരയ്ക്കാം. എല്ലാം എക്സ് ടി ഗ്രാഫാണ് ഞാൻ ഈ വരയ്ക്കുന്നത് മൊത്തം. ഓക്കെ, ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോകുന്നു. ഓക്കെ, ഇത് ഒരു എക്സ് ടി ഗ്രാഫാണ്. കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുകൊണ്ട് ഈ കാര്യങ്ങളെ കണ്ടുപിടിക്കുന്നത്. ഏതെടുത്താലും ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ലോപ്പ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഓരോ ഗ്രാഫ് കിട്ടിയാലും ഇത്തരം കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് നോക്കിയാൽ മതി, ഈ ഗ്രാഫാണ്, ഇതിങ്ങനെ യൂണിഫോം ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഒരേപോലെ. അതായത് ഒരു നിശ്ചിത ടൈം ഇൻ്റർവെൽ പോകുന്ന സെയിം ഒരേപോലെ, ഒരു കോൺസ്റ്റൻ്റ് അല്ല, യൂണിഫോം ആയിട്ട് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ ടൈപ്പ് ഓഫ് മോഷൻ എങ്ങനത്തെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം യൂണിഫോം മോഷനാണ്. കാരണം ടൈമിൻ്റെ പെർസ്പെക്റ്റീവിൽ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട്
ടൈമിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ പൊസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കാം. ടൈം 1 ആണെങ്കിൽ പൊസിഷൻ 1, ടൈം 2 ആണെങ്കിൽ പൊസിഷൻ 2, കറസ്പോണ്ടിങ് പ്രപ്പോർഷണലാണ്. സോ ഇത്തരം ഗ്രാഫിനെ നമ്മൾ പറയും യൂണിഫോം മോഷൻ എന്ന് പറയും. ഇത്തരം മോഷനെ നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയും. ഇനി ഓരോരുത്തരായിട്ട് നോക്കാം. ആദ്യത്തെ ആളാരാ? ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കാം. എത്ര ആയിരിക്കും ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കാണുമ്പോൾ അറിയാം പോസിറ്റീവ് എക്സ് ആക്സിസ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ട് പോസിറ്റീവാണ്. വെലോസിറ്റി എങ്ങനെ കാണാം? ഒന്നും ചെയ്യേണ്ട, സ്ലോപ്പ് എടുത്താൽ മതി. ഇത് തീറ്റ, വെലോസിറ്റി എടുത്തു കഴിഞ്ഞാൽ ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടാൻ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. കാരണം എന്താണ്? ആംഗിൾ നോക്കിയേ, തീറ്റ നോക്കിയേ, അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ 90 ഡിഗ്രിയെക്കാട്ടിലും താഴെയാണ് തീറ്റയുടെ വാല്യൂ. സോ സ്ലോപ്പ് എന്താണ്? പോസിറ്റീവ് ആണ്. സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്താ? എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് വെച്ചാൽ ഇറ്റ്സ് വെലോസിറ്റി, റൈറ്റ്? സോ വെലോസിറ്റി വന്നിട്ട് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? സോ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ്, വെലോസിറ്റി പോസിറ്റീവ്. ഇനി ആരെയാണ് കാണാനുള്ള? സ്ലോപ്പും വെലോസിറ്റിയും ഒന്ന് തന്നെ. പോസിറ്റീവ് ആക്സിലറേഷൻ കാണണം. ഓക്കെ. സോ നോക്കിയേ, ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഉണ്ടോ, ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. കാരണം യൂണിഫോം ആയതുകൊണ്ട് എവിടെ എടുത്താലും, എവിടെ നമ്മൾ ഏത് പോയിന്റുകളൊക്കെ വെച്ച് ഈ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചാലും എല്ലാം ഒരേ വാല്യൂ തന്നെ കിട്ടുന്നത്. കോൺസ്റ്റൻ്റ് ആണ്. ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ വെലോസിറ്റി എന്താണ്? കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എന്താ? ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. ഇവിടെ ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ കോൺസ്റ്റൻ്റ് ആയി. ഇപ്പം ഫോർ എക്സാമ്പിൾ സ്ലോപ്പ് വന്നിട്ട് 3 എന്നാ കിട്ടിയത്, 3 മീറ്റർ പെർ സെക്കൻഡ് എന്നാ കിട്ടിയത്. ഇവിടെയും ഇങ്ങനെ നോക്കുമ്പോഴും 3 ആയിരിക്കും. ഇങ്ങനെ വരച്ച് എക്സ് ബൈ ടി നോക്കിയാലും 3 ആയിരിക്കും. ഇങ്ങനെ വരച്ച് എക്സ് ബൈ ടി നോക്കിയാലും 3 ആയിരിക്കും. സോ 3 - 3 ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് വെച്ചാൽ 3 - 3 0 വരും. 0 ബൈ ടി 0. സോ ആക്സിലറേഷൻ ഫൈനലി ആക്സിലറേഷൻ എത്ര കിട്ടും? 0 തന്നെ കിട്ടും. മനസ്സിലായോ? കാരണം മേളിൽ ചേഞ്ച് വരുന്നില്ല. ഓക്കെ, കോൺസ്റ്റൻ്റ് ആണ് വാല്യൂ. അതുകൊണ്ട് ആക്സിലറേഷൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇത്തരം കേസിൽ 0 ആയിരിക്കും വരുന്നത്. കണ്ടോ? ഈ ഒരു ഗ്രാഫിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ, ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, വെലോസിറ്റി പോസിറ്റീവ് ആയിരിക്കും, സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ആക്സിലറേഷൻ 0 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? ശരി. ഇനിയും അങ്ങനെയെങ്കിൽ സപ്പോസ് തന്നെ ഇങ്ങനെ ഗ്രാഫ് തന്നേന്ന് വിചാരിച്ചു. പഴയ പോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് പോയേക്കുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നോക്കിയേ, ഒരു പോയിന്റ് എത്തിയാൽ അതുണ്ട് ഇവിടുന്ന് ഇങ്ങനെ പോയിരിക്കുകയാണ്. ഇവിടെ എക്സ് ആണ്, ഇവിടെ ടി ആണ്. ഓക്കെ, ഇങ്ങനെയാണ് വാല്യൂസും കാര്യങ്ങളും പോയിരിക്കുന്നത്. സോ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ ഗ്രാഫ് നോക്കിയാലും സെയിം പോലെ നേരത്തെ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ എന്താണ്? ഇത് യൂണിഫോം. ഒന്നാമത്തെ കാര്യം, ഇത് യൂണിഫോം ആണ്, യൂണിഫോം ഗ്രാഫാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഓക്കെ, വെലോസിറ്റി എങ്ങനെയാണ്? സ്ലോപ്പ് എടുത്ത് നോക്കിയാൽ മതി. എവിടെ സ്ലോപ്പ് എടുത്ത് നോക്കിയ ആംഗിൾ നോക്കിയാലും തീറ്റ അക്യൂട്ട് ആംഗിളാണ്. സോ വെലോസിറ്റി എന്താണ്? അത് പോസിറ്റീവാണ്. സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പോകുന്നത്. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ആക്സിലറേഷൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? അത് 0 ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങളായിരിക്കും ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു ഗ്രാഫ് നോക്കാം. ഓക്കെ, ഗ്രാഫ് വന്നിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രാഫ് അതാണ് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, സോ ഇങ്ങനൊരു ഗ്രാഫാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണോ? സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ് വാല്യൂ? ഇവിടെയാണ് -x, ഇത് ടി. സോ കണ്ടുപിടിക്കാം. ആരെയൊക്കെ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് കണ്ടുപിടിക്കേണ്ട ആദ്യത്തെ ആൾ എന്ത് തരം മോഷനാണ്? കണ്ടാൽ അറിയാം, യൂണിഫോം മോഷനാണ്. സോ ഒരു യൂണിഫോം മോഷനാണിത്. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്? കണ്ടാൽ അറിയാം, നെഗറ്റീവാണ്. കാരണം എന്താ? കണ്ടേ, -x ആണ്. സോ നെഗറ്റീവാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത ആരെ കണ്ടുപിടിക്കണ്ടേ? ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ചെങ്കിൽ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യേണ്ടേ? സ്ലോപ്പ് കണ്ടാൽ മതി, അല്ലേ? സ്ലോപ്പ് കാണാൻ എന്ത് ചെയ്യണം? സ്ലോപ്പ് കാണാൻ എക്സ് ആക്സിസിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ്. സോ ഇതാണ് എക്സ് ആക്സിസ്, അതിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങോട്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കണം. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിൽ ആ തീറ്റ വാല്യൂ കണ്ടാൽ മതി. ഓക്കെ, തീറ്റ നോക്കിയേ, എന്താ പ്രത്യേകത? ഒബ്റ്റ്യൂസ് ആംഗിളാണ്. സോ വെലോസിറ്റി എന്തായിരിക്കും? ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ശരിയല്ലേ? സോ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ എങ്ങനെയായിരിക്കും? നോക്കിയേ, വെലോസിറ്റി നെഗറ്റീവ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, സ്ലോപ്പ് എപ്പോഴും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്, അല്ലേ? സ്ലോപ്പ് എങ്ങനെ വന്നാലും അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോൺസ്റ്റൻ്റ് ആണ് എന്നതുകൊണ്ട് എന്തായിരിക്കും? ആക്സിലറേഷൻ ഇവിടുത്തെ കേസിലും എന്താണ്? 0 ആയിരിക്കും. സോ ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവാണ്, വെലോസിറ്റി നെഗറ്റീവാണ്, ആക്സിലറേഷൻ 0 ആണ്, അതൊരു യൂണിഫോം മോഷനാണ്. ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും പ്രത്യേകതകളുമാണ് നമുക്ക് അതിൽ നിന്ന് പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ ആണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്തൊരു കേസ് നോക്കാം. ഗ്രാഫ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. സ്ലോപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു ചരിവ് വന്നിട്ട് ഇങ്ങനെയാണ്. ഓക്കെ, കണ്ടുപിടിച്ച് നോക്കാം. എക്സ് ടി ഗ്രാഫാണ്, മാറ്റമൊന്നുമില്ല.
സോ മോഷൻ വന്നിട്ട് എന്തായിരിക്കും? യൂണിഫോം മോഷനാണ്, ഒരേപോലെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു യൂണിഫോം മോഷനാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവാണ്, ഓഫ് കോഴ്സ് പോസിറ്റീവ് ആയിരിക്കും. വെലോസിറ്റി എങ്ങനെയാണ്? സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്താണ്? എക്സ് ആക്സിന് ആൻറ്റി ക്ലോക്ക് വൈസ് തീറ്റ, ഇത് നെഗറ്റീവാണ്. സോ വെലോസിറ്റി നെഗറ്റീവാണ്. ആക്സിലറേഷൻ, വെലോസിറ്റി എപ്പോഴും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. എവിടെ വാല്യൂ കണ്ടുപിടിച്ചാലും എവിടെ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ചാലും കിട്ടുന്ന തീറ്റ എന്താണ്? സെയിം തന്നെ, ശരിയല്ലേ? തീറ്റ എല്ലാം ഒബ്റ്റ്യൂസ് ആംഗിൾ സെയിം തന്നെ. അപ്പം കോൺസ്റ്റൻ്റ് ആണ് സ്ലോപ്പ്, അല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ആക്സിലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. കണ്ടോ? ഒരു എക്സ് ടി ഗ്രാഫ് കിട്ടിയാൽ നമുക്കത് ഡയറക്റ്റ് ഇത്രയും പല കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കാൻ പറ്റുന്നത്, ശരിയല്ലേ? ഇനിയും ഇതുപോലെ ഇതിപ്പോൾ നമ്മൾ വരയ്ക്കുന്നതല്ല ഒരു സ്ട്രെയിറ്റ് പോലെ രീതിയിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു യൂണിഫോം മോഷൻ്റെ നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് ഇങ്ങനെ നോക്കിയതല്ല. ഇനി ഒരു നോൺ യൂണിഫോം മോഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഗ്രാഫ് ഇങ്ങനെ പൊളഞ്ഞൊക്കെ ഇങ്ങനെയൊക്കെ വരും, അതായത് നോൺ യൂണിഫോം എന്ന് പറയുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ, ഇത്രയൊക്കെ അതിൻ്റെ ടൈപ്പ് ഓഫ് മോഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, സ്ലോപ്പ്, ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്ന് നമുക്കൊന്ന് നോക്കാം.